കേരളം കട്ടുമുടിച്ചിട്ട് അത് കേന്ദ്രത്തിന്റെ തലയിൽ വെക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കില്ല എന്നാണ് ചില വക്താക്കളും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംവാദത്തിന് വെല്ലുവിളിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രതിഷേധങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്മേൽ കെട്ടിവെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ചതിനേക്കാൾ വലിയ തുക മോദി സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം കണക്കുകൾ നിരത്തി വ്യക്തമാക്കി. UPA സർക്കാർ കേരളത്തിന് 72,000 കോടി രൂപ നൽകിയപ്പോൾ മോദി സർക്കാർ ഇതുവരെ 3.2 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് കൈമാറി. പിണറായി വിജയന്റെ കാലത്ത് സംസ്ഥാനത്തിന്റെ കടം 3 മടങ്ങായി വർദ്ധിച്ചു. വിലക്കയറ്റം 8.27%, തൊഴിലില്ലായ്മ 30% ഉയർന്നു. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തെക്കുറിച്ചും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. 54 ലക്ഷം വീടുകളിൽ കുടിവെള്ളമില്ലെന്നും 5.5 ലക്ഷം പേർക്ക് ഇന്നും സ്വന്തമായി വീടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി നിർത്തണമെന്നും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംവാദത്തിന് തയ്യാറാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. കൂടുതൽ കടമെടുത്താൽ ഇത് ആര് ഏറ്റുവാങ്ങും? വീണ്ടും കടമെടുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇത് സർക്കാരിന്റെ കഴിവില്ലായ്മയാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് 4 മാസം മുമ്പേ നടക്കേണ്ടതായിരുന്നുവെന്നും രാഹുലിനെ രക്ഷിക്കാൻ കോൺഗ്രസും CPM-ഉം തമ്മിൽ അന്തർധാരയുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുകയും ചെയ്തു. കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരുന്നു. സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് സാമ്പത്തിക സ്ഥിതിയിൽ സംവാദത്തിന് തയ്യാറാണെന്ന പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. അതേസമയം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച അദ്ദേഹം മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് കുറ്റപ്പെടുത്തി. 110 സീറ്റ് നേടുമെന്ന് പറയുന്ന LDF ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് LDF-ന്റെ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരത്തെയും പരിഹസിച്ചു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ LDF തകർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. തകർത്ത കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ UDF-ന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്നും തിരിച്ചു കൊണ്ടുവരണം. ജനം UDF-നെ കാണുന്നത് രക്ഷകരായാണ്. മുഖ്യമന്ത്രി സമരമിരിക്കുന്നത് തമാശയാണ്. ആരെ കളിയാക്കാനാണ് സമരം? ദില്ലിയിൽ പോയാൽ അമിത്ഷായും മോദിയും പറയുന്നിടത്ത് ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി. അവർക്ക് മുന്നിൽ 90 ഡിഗ്രി കുനിഞ്ഞു നിൽക്കുന്നയാളാണ് മുഖ്യമന്ത്രി. PM ശ്രീയിൽ ദില്ലിയിൽ പോയി ഒപ്പുവെച്ച് സ്വന്തം ക്യാബിനറ്റിലെ സഹപ്രവർത്തകരെ കബളിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം പറഞ്ഞു. LDF-ന് 110 സീറ്റ് കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനി അവർ ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ല. ഭരണവിരുദ്ധ വികാരം ഇനി പ്രതിഫലിക്കാൻ പോകുന്നതേ ഉള്ളൂ. ജനം എല്ലാം ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതൽ വോട്ട് UDF-ന് കിട്ടാൻ പോകുന്നത് ഇടത് സർവീസ് സംഘടനകളിൽ നിന്നായിരിക്കും. വാഴ്ത്തുപാട്ടുകളുടെ വോട്ട് UDF-ന് വേണ്ട. കുഴലൂത്ത് നേതാക്കന്മാരുടെ വോട്ട് നമുക്ക് വേണ്ട. തിരുവാതിരക്കളി, ഡോക്യുമെന്ററി, വാഴ്ത്തുപാട്ട് നടത്തുന്ന സംഘടനാ വിദൂഷകരുടെ പുനർജന്മമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.